പാവേ, എൻ്റെ പൊന്നു പാവയല്ലേ, എൻ്റെ നല്ല പാവയല്ലേ, കരയരുതേ, കരയരുതേ. കരഞ്ഞാലേ വളർച്ച കുറയും. പാവയ്ക്ക് എന്ത് തരണം? അമ്മ എന്താ തരേണ്ടേ? വാവ കരയില്ലേ? വാവ കരഞ്ഞാലേ വാവ വളരില്ല. വളരണം, പഠിക്കണം, ജോലി വാങ്ങണം, അമ്മയപ്പയൊക്കെ നോക്കണം. അങ്ങനെയുള്ള വാവയാ. നല്ല വാവയല്ലേ, പൊന്നു വാവയല്ലേ. അമ്മ ഉമ്മ തട്ടെ. വാവേ, എന്താ വേണ്ടേ നിനക്ക്? നിനക്ക് എന്താ വേണ്ടേ? ഒന്ന് പറയാമോ അമ്മയോട്? ഒന്ന് പറയാമോ? വാവ കരഞ്ഞാലേ അമ്മ കൂടെ കരയും. അതുകൊണ്ട് എൻ്റെ വാവ എന്ത് ചെയ്യണമെന്ന് അറിയോ? അമ്മ കൊണ്ട് കിടത്തുന്ന സ്ഥാനത്ത് കിടക്കുക. അമ്മ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മ വാവ എടുക്കാം. ശരിയല്ലേ? നല്ല വാവ. അമ്മയുടെ ഉറക്കം കെടുത്തരുതേ. വളരണം, പഠിക്കണം, നല്ല കുട്ടിയെ ജീവിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെയാണ് മക്കളുടെ ചുമതല. വാർദ്ധക്യത്തിലെ മക്കളെ അമ്മയും അപ്പനെയും നോക്കി കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നമ്മുടെ അമ്മയും അപ്പനെയും എൻ്റെ കുഞ്ഞുമാവ് നോക്കില്ലേ? അനാഥാലയങ്ങള്, വൃദ്ധസദനങ്ങള്, ഇതൊക്കെയാ മക്കളെ ഇന്നത്തെ കാലഘട്ടം. ഇന്നത്തെ മക്കള് അമ്മയും അപ്പനെയും കൊണ്ട് തള്ളുന്നത്. എന്നാൽ എൻ്റെ കുഞ്ഞ് ഇല്ലായ്മയാകെ ജീവിക്കുക. കുഞ്ഞുമോനെ ഇവിടെ കിടക്കുക. ദൈവമേ, കർത്താവായ യേശു മിശിഹാ തമ്പുരാനെ, ഇന്നത്തെ മക്കൾ ഇന്ന് ചെയ്യുന്നതാവുന്ന കുറ്റങ്ങളൊന്നും ആ മക്കളിൽ കുറവുകൾ നോക്കരുതേ ദൈവമേ. ഇന്ന് അമ്മയും അപ്പനെയും കൊണ്ട് വാർദ്ധക്യമാവുന്ന സാഹചര്യത്തിൽ അവരെ നോക്കാൻ കഴിയാതെ വൃദ്ധസദനത്തിലും വഴിയമ്പലങ്ങളിലും കൊണ്ട് കളയുന്ന സമയമാണ്. എന്നാൽ എൻ്റെ പൊന്നോമന മക്കൾ എന്നെ കൊണ്ട് കളയില്ല എന്ന് വിശ്വസിക്കുന്നു. പണമില്ല, സ്വത്തില്ല, ഒന്നും തന്നെ ഇല്ല. മക്കളെ, എല്ലാ മക്കളും കൂട്ടിച്ചേർന്ന് നിന്ന് രക്ഷിതാക്കളെ ഉപേക്ഷിക്കരുത്. കഞ്ചാവ്, മറ്റു മദ്യപാനങ്ങൾ, ബീഡികൾ, ഇതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കുക. ഒന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടാകും. അമ്മയപ്പനെയും തള്ളിപ്പറയും. മക്കൾ അപ്പനെ കൊല്ലും. അമ്മ വിധവയാകേണ്ടി വരും. ചിലപ്പോൾ അച്ഛനെ കൊല്ലേണ്ടി വരും. അതിനും വേദനയാണ് മക്കളെ. നിങ്ങൾ മയക്കുമരുന്നോ കഞ്ചാവുകളിലോ ഒന്നിനും നിങ്ങൾ കുടുങ്ങരുതേ മക്കളെ. ഈ സമൂഹം നമ്മളെ വെറുക്കുന്നതാണ് മക്കളെ. അതുകൊണ്ട് ഉപേക്ഷിക്കാതെ നിങ്ങൾ അമ്മയും അപ്പനെ ബഹുമാനിച്ച് ജീവിക്കുക. വിദ്യാഭ്യാസം ഒരു താലന്താണ്. അതിന് നിങ്ങൾ കളയരുത്. 100 കൂട്ടുകാർ വരും. അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. നമ്മൾ മാത്രമായിരിക്കും. മക്കളെ, നിങ്ങൾക്കൊരു കഥ കേൾക്കണമോ? ഒരു മാതാവ്, പിതാവും ഒരു മകനും ഉണ്ടായിരുന്നു. ആ മകന് 101 കൂട്ടുകാരുണ്ടായിരുന്നു. ആ 101 കൂട്ടുകാരും പലവിധമാകുന്ന ഈ മകന്റെ സ്വത്തിലായിരുന്നു അവന്റെ കണ്ണ്. എന്നാൽ 100 പേരും ഒരു നാൾ ഇവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ അമ്മ പറഞ്ഞത് എന്തെന്നറിയാമോ മക്കളെ? ആ അമ്മ പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു ഉപദേശം തരാം, നീ കേൾക്കുമോ എന്ന് ചോദിച്ചു. അതെ അമ്മേ. ആ പാവപ്പെട്ട മകൻ പറഞ്ഞു, ശരി, ഞാൻ കേൾക്കാം, അമ്മ പറ. അമ്മ പറഞ്ഞു, മക്കളെ, 101 കൂട്ടുകാരിൽ നിനക്ക് എത്ര പേരുണ്ടാകുമെന്ന് നിനക്കറിയാമോ? ഇല്ലമ്മേ, എനിക്കെല്ലാവരും കാണും. എൻ്റെ വിശ്വാസം അതാണ്. എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ സകലവും എന്ന് പറഞ്ഞു. അപ്പോഴാ അമ്മ പറഞ്ഞു, ഇല്ല മോനെ, നിനക്ക് ഞാനൊരു പരീക്ഷണം തരാം. പറ മോനെ. അമ്മ പറഞ്ഞു, പറ മോനെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അമ്മ പറഞ്ഞു, കുറച്ച് അരി വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ ഇടിച്ച് മാവാക്കി നീ ഒരു കാര്യം ചെയ്യും. എൻ്റെ രൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും ഒരു അമ്മയുണ്ടാക്ക്. അങ്ങനെ ആ മകൻ അത് ചെയ്തു. അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ആ വിശ്വസ്തനായ മകൻ കേട്ടപ്പോൾ അമ്മ മരിച്ചു എന്ന് പുറത്തറിഞ്ഞു. ഈ മകൻ ഈ കൂട്ടുകാരെയും 100 പേരെയും അറിയിച്ചു. അപ്പോൾ ആ 100 കൂട്ടുകാരും
99 പേരും മാറി നിന്നു. അമ്മ മരിച്ചതല്ലേ, ഞാൻ പിന്നെ വരാം ഇടോ ഞാനേ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, ഈ കൂട്ടുകാരനോട് പറഞ്ഞു. ഈ കൂട്ടുകാരൻ പറഞ്ഞു, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തെന്നറിയാവോ? ഈ അമ്മ മകനോട് ചോദിച്ചു, മകനെ എന്താ, ഞാൻ പറഞ്ഞു തരാം. അതിലൊരു കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു, എടാ കൂട്ടുകാരനല്ല, നീ എൻ്റെ ചങ്ങാതിയാണ്. ഈ ചങ്ങാതി പറഞ്ഞു, നീ എന്താ പറയുന്നു, ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം. ശരി കൂട്ടുകാരാ, നമുക്കിതിനെ വെട്ടിത്താക്കണ്ട, നമുക്ക് ഒരുപോലെ ഇരുന്നത് കഴിക്കാം എന്ന് പറഞ്ഞു. അവർ ഇരുന്നു കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തീർന്നു. അപ്പോൾ പറഞ്ഞു, അമ്മ വന്നു, മകനെ നിനക്ക് വിശ്വാസമായോ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ മകനെ? നിന്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു, അവരെല്ലാം ദൂർത്തടിച്ചു. ഇപ്പോൾ നിനക്ക് എന്തുണ്ട്? നിനക്ക് ഈ കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ. ഈ കൂട്ടുകാരനാണ് നിന്റെ ചങ്ങാതിയല്ല, ഇത് നിന്റെ കൂട്ടു സഹോദരനാണ് എന്ന് ആ അമ്മ പറഞ്ഞു. അന്നു മുതലാണ് കൂട്ടുകാർ ചതിക്കുന്നവരും ചതിക്കാത്തവരെയും അമ്മമാർ അച്ഛന്മാർ തിരിച്ചറിയുന്നത്. എന്നാൽ വിശ്വസിക്കാം, നമുക്ക് നമ്മുടെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ മറ്റാരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ മാതാവ് തന്ന ഒരു കഥ. ഈ കഥയാണ് എൻ്റെ വളർച്ചയുടെയും എൻ്റെ ഓരോ വേദനയുടെയും ഭാഗങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ കഥയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോഴുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ അവതരിപ്പിച്ചത്. ക്ഷമിക്കുക, പൊറുക്കുക. മക്കളെ, നമ്മുടെ മാതാവ് പിതാവ് സഹോദരങ്ങൾ സ്നേഹിക്കുക, എല്ലാം ആവശ്യത്തിന്. അനാവശ്യമായുള്ള സ്നേഹങ്ങൾ മാറ്റുക, സാമ്പത്തികമാകുന്ന സ്നേഹങ്ങൾ മാറ്റുക. ഉള്ളത് കൊടുക്കുക, വിശന്നൊരുത്തൻ വന്നാൽ കൊടുക്കുക, വസ്ത്രമില്ലാതെ വന്നാൽ കൊടുക്കുക, കിടക്കാൻ ഇടമില്ലാതെ വന്നാൽ കിടക്കാനുള്ള ഇടം കൊടുക്കുക. ഇതാണ് ദൈവസ്നേഹവും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. അല്ലാതെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ല. ഈ മദ്യത്തെയും മയക്കുമരുന്നിനെയും നമ്മുടെ ദേശത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. അതിനെ തുളച്ചു മാറ്റാൻ നിങ്ങളുടെ കൈകളും ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു വാർത്തയാണ് തന്നിട്ടുള്ളത്. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. എന്നാൽ എനിക്ക് ഏറ്റവും അധികാരപ്പെട്ടതാവുന്ന ഒരു ചങ്ങാതി മാത്രമേ ഉള്ളൂ. പല ചങ്ങാതിയുണ്ട്, നല്ല ഉപദേശങ്ങൾ തരുവാനും നല്ല കാര്യങ്ങളിൽ പോകുവാനും പറയുന്ന ഒരേ ഒരു ചങ്ങാതി എനിക്ക് ഇന്നും എന്നെ നേർവഴി കാട്ടുന്ന ചങ്ങാതി, എൻ്റെ ഗുരുനാഥൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി. ഇതാണ് എൻ്റെ കഥയുടെ ആദ്യവും അവസാനവുമുള്ള ഭാഗം.